നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ മധുര പാർട്ടി കോൺഗ്രസിന്റെ കൊടിയിറക്കവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ്. അടുത്തത് ആരിനി പാർട്ടിയെ നയിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ MA ബേബി CPIM ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത്. ഇന്നലെ PB യോഗം ഉണ്ടായിരുന്നു. ഈ യോഗത്തിൽ ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ ഈ ചർച്ചയിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്താനായില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവ്ലെയുടെ പേര് ബംഗാൾ ഘടകം മുന്നോട്ട് വെച്ചു. ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗമുണ്ട്. ഈ യോഗത്തിലാവും ആരാകും ഇനി പാർട്ടിയെ മുന്നോട്ട് നയിക്കുക എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാവുക. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒരു വലിയ ടീം തന്നെ പോയിട്ടുണ്ടായിരുന്നു മധുരയിലേക്ക്. അപ്പോൾ നമുക്ക് അവരിലേക്ക് പോകാം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്കൊപ്പം മഹേഷ് ചന്ദ്രനും ഒപ്പം ലിജോ വർഗീസും ചേരുന്നുണ്ട് തത്സമയം മധുരയിൽ നിന്ന്. അപ്പോൾ ആദ്യം ലിജോയിലേക്ക് ഞാൻ പോവുകയാണ്. ലിജോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സ്ക്രീനിൽ എനിക്കിപ്പോൾ ലിജോനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ, പക്ഷേ മഹേഷ് ചന്ദ്രന് ഒപ്പം ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ലിജോ, ഇന്നിപ്പോൾ പാർട്ടി കോൺഗ്രസിന് കൊടിയിറങ്ങുകയാണ്. ഒടുവിലെ ചർച്ചകളെല്ലാം MA ബേബിയിലേക്ക് എത്തുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? ഒരുപാട് പേര് ഒഴിയുന്നുണ്ട്. പകരം ആരൊക്കെ വരും? മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ഇളവ് ചുരുങ്ങാനാണോ സാധ്യത? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഇന്നിപ്പോൾ ഉത്തരം ലഭിക്കേണ്ട ദിവസമാണ്. എങ്ങനെയാണ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്? ഈ അശോക് ധാവ്ലെയുടെ പേര് നിലവിൽ ബംഗാൾ ഘടകം മാത്രമേ മുന്നോട്ട് വച്ചിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, ആർക്കാണ് കൂടുതൽ മുൻതൂക്കം? എങ്ങനെയാണ് നിലവിലെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്? നമുക്കറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? ലിജോ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നലെ ചേർന്ന PB യോഗത്തിൽ ആരാണ് പുതിയ ജനറൽ സെക്രട്ടറി എന്നത് സംബന്ധിച്ച് ഏകദേശം ധാരണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കേരളത്തിൽ നിന്നുള്ള MA ബേബിയാണ്. EMSന് ശേഷം ഒരാൾ കൂടി, ഒരു മലയാളി കൂടി കേരളത്തിൽ നിന്നുള്ള ഒരാൾ കൂടി CPMന്റെ ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബംഗാൾ ഘടകം അതോടൊപ്പം തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുമൊക്കെ അശോക് ധാവ്ലെ സെക്രട്ടറി ആവണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ മുമ്പോട്ട് വെച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി MA ബേബിക്ക് തന്നെ സാധ്യതകൾ ഉണ്ടാവുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ള നേതാവാണ് MA ബേബി. കുറേ വർഷങ്ങളായി അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സാധ്യത പറയുകയും ആ സാധ്യത കൃത്യമായി ഏറ്റെടുക്കുകയും ആയിരുന്നു. സ്വാഭാവികമായും അത് ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ ഒരുപക്ഷെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ എന്ന നിലയിൽ മുഖങ്ങളായിരുന്ന പ്രകാശ് കാരാട്ട്, അതോടൊപ്പം തന്നെ മണിക് സർക്കാർ അടക്കമുള്ള ആളുകൾ, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി അടക്കമുള്ള ആളുകളൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറുകയാണ്. പകരം ആരൊക്കെ വരും എന്നുള്ളതാണ്. എനിക്കൊപ്പം ഇപ്പോൾ മഹേഷ് ചന്ദ്രൻ കൂടി ചേരുകയാണ്. സ്വാഭാവികമായും വാർത്തകൾ പലയിടത്തു നിന്നായി എടുത്ത് വരുന്നൊരു സമയം കൂടിയാണ്. കേരളത്തിൽ നിന്നൊരു പുതിയൊരാൾ കൂടി EMSന് ശേഷം ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്നു എന്നുള്ള സാധ്യതകളാണ് ഏറ്റവും ഒടുവിലായി ഈ പാർട്ടി കോൺഗ്രസിന്റെ അവസാന ദിവസം കേൾക്കുന്നത്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ഇൻഹൗസ് വാർത്തകൾ? തീർച്ചയായിട്ടും അത്തരമൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നലെ ചേർന്ന PB യോഗത്തിൽ MA ബേബിയുടെ പേര് മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. ആ പേരിനോട് പൊതുവെ യോജിപ്പുണ്ടെങ്കിൽ പോലും ബംഗാൾ ഘടകത്തിന് മഹാരാഷ്ട്ര, പഞ്ചാബ് അടക്കമുള്ള ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പേര് അശോക് ധാവ്ലെയുടെയാണ്. കർഷക സമര നേതാവായ ഒരു ദേശീയ പ്രതിച്ഛായുള്ള നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം പാർട്ടി നിലവിലെ PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് കേരള ഘടകത്തിന് പിന്തുണ, ഇത് രണ്ടുമാണ് MA ബേബിക്ക് ഗുണകരമാകാൻ പോകുന്നത്. കാരണം കേരളത്തിന് നമുക്കറിയാം 10 ലക്ഷത്തോളം അംഗസംഖ്യയാണ് CPMനുള്ളതെങ്കിൽ അതിൽ 5 ലക്ഷത്തിലേറെ പേരും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളാണ്. അത്രയധികം ഈ പാർട്ടിയിൽ പകുതിയിലേറെ പേരും അംഗങ്ങളായ ഘടകമാണ് കേരളം. അത്രത്തോളം പാർട്ടി ശക്തമായ മറ്റു സംസ്ഥാനമില്ല തന്നെ. അതുകൊണ്ട് തന്നെ MA ബേബിയുടെ പേരിന് സാധ്യത കൂടുന്നു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ താല്പര്യം അതിൽ നിർണായകമായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്നൊരാൾ ജനറൽ സെക്രട്ടറി ആവുന്നതിനോട് താല്പര്യമായ അനുകൂലമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടിയാണ് MA ബേബിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിർണായകമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം. PB ചിലപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചേരുമെന്ന ചില സംശയങ്ങളുണ്ട്. എന്തായാലും കേന്ദ്ര കമ്മിറ്റി യോഗത്തോടു കൂടി ധാരണയുണ്ടാവും. പുതിയ പാനൽ പാർട്ടി കോൺഗ്രസിൽ തന്നെയായിരിക്കും വെക്കുക. ആ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നായിട്ട് ഔദ്യോഗികമായിട്ട് ജനറൽ സെക്രട്ടറിയും പുതിയ PB അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന
പി ബി അംഗങ്ങളുടെ കാര്യമാണ്. അതായത് സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയന് മാത്രമായിരിക്കും ഇളവ് തുടരുക. 23-ാം പാർട്ടി കോൺഗ്രസ് പോലെ 24-ാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇളവ് തുടരുമെന്ന് പറയുന്നു. സ്വാഭാവികമായും പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ അങ്ങനെ ഏതാണ്ട് കുറെ കാലങ്ങളായി CPM മുഖങ്ങളായിരുന്ന ആളുകൾ ഇത്തവണ മാറുകയാണ്. പകരം പുതിയ ആളുകൾ വരുന്നു എന്ന് പറയുന്നു. അതിൽ തന്നെ കാലങ്ങളായി ട്രേഡ് യൂണിയനുകളിലും അതോടൊപ്പം തന്നെ വർഗ ബഹുജന സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ വരികയാണെങ്കിൽ ആരൊക്കെ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ PBയിൽ നിന്ന് 6 പേരാണ് ഒഴിയുന്നത്. ആ 6 മുഖങ്ങൾ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട 6 പേരാണ്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ, സൂര്യകാന്ത് ബിസ്ര തുടങ്ങി 6 പേർ. ഈ 6 പേരും പിന്നെ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഒഴിവുണ്ട്. അങ്ങനെ 7 ഒഴിവുകൾ വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നൽകിയ ഇളവ്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയാണ്. ആ നിലയിൽ പരമോന്നത ഘടകത്തിൽ അംഗമായി നിലനിർത്തണം എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. ആ ഇളവ് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റാർക്കും ഇളവില്ല എന്നതാണ് ഇന്നലെ ചേർന്ന PB യോഗത്തിൻ്റെ ധാരണ. അത് പ്രകാരം ഇനി നമുക്കറിയേണ്ട കാര്യം എന്താണ് പ്രധാനമായിട്ടുള്ളത്, PBയിലേക്ക് വരാൻ പോകുന്ന ആളുകളാണ്. അതിൽ ഏറ്റവും നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു പേരാണ് ജിതേന്ദ്ര ചൗധരി. ജിതേന്ദ്ര ചൗധരി CPIMന്റെ ത്രിപുരയിലെ സംസ്ഥാന സെക്രട്ടറിയാണ്. മണിക് സർക്കാരിൻ്റെ പിൻഗാമിയായി ജിതേന്ദ്ര ചൗധരി പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ സന്തോഷിക്കാവുന്ന മറ്റൊരു കാര്യം, മലയാളിയായ വിജു കൃഷ്ണൻ പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് AKG ഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് വിജു കൃഷ്ണൻ. കർഷക സമര നായകൻ നേതൃത്വം നൽകിയ അശോക് ധാവളയ്ക്കൊപ്പം അപ്പുറത്തേക്ക് രാജസ്ഥാനിലടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ പാർട്ടിക്ക് മറ്റു തരത്തിൽ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച രാജസ്ഥാനിൽ ഒരു MBA വരെ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് പ്രയത്നം കൊണ്ട് സാധിച്ചു. വിജു കൃഷ്ണൻ കണ്ണൂർ സ്വദേശിയാണ്. വിജു കൃഷ്ണൻ ഇപ്പോൾ നിലവിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ്. വിജു കൃഷ്ണൻ ഉറപ്പായിട്ടും പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെത്തും. മറ്റു ഉറപ്പിച്ച് പറയുന്ന മറ്റൊരു പേര് U വാസുകിയാണ്. വാസുകി തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. വാസുകി വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. വാസുകി എന്തായാലും പോളിറ്റ് ബ്യൂറോയിലെത്തും. കേരളം കഴിഞ്ഞാൽ പാർട്ടിക്ക് കുഴിഞ്ഞുപോക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ ഒരു ആളുകൾ അംഗസംഖ്യ നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അത് തമിഴ്നാടാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി P ഷൺമുഖത്തിൻ്റെ പേരും പാർട്ടി പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹേഷ്, ഒരു കാര്യം, ഈ PB ഇപ്പൊ മഹേഷ് പറഞ്ഞ് നിർത്തിയതുപോലെ 6 അംഗങ്ങൾ ഒഴിയുന്നുണ്ട്. അതും ഈ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ തുടങ്ങിയ പ്രമുഖരാണ് ഒഴിഞ്ഞു പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലൊക്കെ യെച്ചൂരി SRP പോരൊക്കെ നേതാക്കളിൽ വലിയ പിരിമുറുക്കം ഉണ്ടാക്കുന്നതും വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്നതും നാടകീയമായ രീതിയിലൊക്കെ പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു പിരിമുറുക്കമൊക്കെ ഇപ്പോ മധുരയിൽ നേതാക്കളുടെ മുഖത്ത് നിന്ന് വായിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അത്രത്തോളം വലിയൊരു സംഘർഷ സമാനമായ അല്ലെങ്കിൽ ആഭ്യന്തരമായ അത്തരത്തിലുള്ള പിരിമുറുക്കങ്ങളുടെ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കാരണം ഇതൊരു നേരത്തെ മഹേഷ് ചന്ദ്രൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് ഒരുപാട് ഘടകങ്ങൾ വേറെയുമുണ്ട്. MA ബേബിയെ പോലെ ഒരാൾ സെക്രട്ടറി ആയി വരുന്നതിൽ മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പകുതിയിലധികം അംഗങ്ങളുള്ളത് കേരളത്തിൽ നിന്നാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ള ആൾ MA ബേബിയാണ്. അത്തരത്തിലുള്ള സീനിയോറിറ്റി കൂടി പരിഗണിച്ചാണ് സ്വാഭാവികമായും ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം മുതിർന്ന നേതാക്കളായ പ്രകാശ് കാരാട്ട് അടക്കമുള്ള ആളുകളുടെ പിന്തുണ MA ബേബിക്കുണ്ട്. ഒപ്പം കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ PBയിലുള്ള ഏറ്റവും മുതിർന്ന നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ കൂടി വരുന്നതോടുകൂടി MA ബേബിക്ക് ജനറൽ സെക്രട്ടറി ആകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ അത്രത്തോളം വലിയ രീതിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്ത് നിന്ന് ആണ് അശോക് ധാവള വരുന്നത്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റ് അല്ലെങ്കിൽ ഹിന്ദി അറിയുന്ന ആളുകൾ എന്ന നിലയിൽ അതോടൊപ്പം തന്നെ കുറെ കൂടി താഴെത്തട്ടുള്ള ജനങ്ങളുമായി പ്രവർത്തിച്ചിരുന്ന ആളെന്ന നിലക്കാണ് അശോക് ധാവളയെ പരിഗണിക്കുന്നത്. അദ്ദേഹം കർഷകരുടെ ഇടയിൽ വളരെ ഗംഭീരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള നേതാവാണ്. ബംഗാൾ ഘടകം അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് സീനിയോറിറ്റി തലത്തിലും അതോടൊപ്പം ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കേരള ഘടകത്തിന്റെ പിന്തുണയും ഇപ്പോഴത്തെ PB കോർഡിനേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളായ പ്രകാശ് കാരാട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും പാർട്ടി കോൺഗ്രസ് ഇന്ന് ഉച്ചയോടുകൂടി ജനറൽ സെക്രട്ടറി ആരാണ് തീരുമാനിക്കും. വൈകുന്നേരത്തെ പൊതുസമ്മേളനത്തോടുകൂടി പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകത. ശരി ലിജോ, വ്യക്തമാണ്. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മധുര പാർട്ടി കോൺഗ്രസിന് ഇന്നിപ്പോ സമാപനം ആവുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും? ഇപ്പോൾ MA ബേബിക്കാണ് മുൻതൂക്കം. പ്രകാശ് കാരാട്ടിന്റെ അടക്കം പിന്തുണ MA ബേബിക്കൊപ്പമാണെന്ന് അറിയാൻ കഴിയുന്നു. ഒപ്പം
ഇനി ചർച്ചകളൊക്കെ ഏത് വഴിക്കാണ് എന്ന കാര്യത്തിൽ ഇനി കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം അശോക് ധാവ്ലയുടെ പേര് ബംഗാൾ ഘടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബംഗാൾ ഘടകത്തിന്റെ മാത്രം പിന്തുണയെ ഇപ്പോൾ അശോക് ധാവ്ലയ്ക്കുള്ളൂ. അപ്പോഴും ഈ നേതാക്കളൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്കറിയാം നിലവിൽ പാർട്ടിക്ക് ബലമുള്ളത്, പാർട്ടിക്ക് ഭരണമുള്ളതൊക്കെ കേരളത്തിലാണ്, മുതിർന്ന നേതാക്കളും ഒക്കെ കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കേരളത്തിലേക്ക് ചുരുങ്ങിപ്പോകുമോ എന്നൊരാശങ്കയാണ് ബംഗാൾ ഘടകം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഇനി കാര്യങ്ങളൊക്കെ പോകുന്നത്? എം എ ബേബിക്ക് തന്നെയാണ് നിലവിലെ മുൻതൂക്കവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി വാർത്തകളൊക്കെ വരുന്ന മുറയ്ക്ക്, അതായത് അവിടെ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് വീണ്ടും മധുരയിലേക്ക് പോകും. കാരണം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നതും വാർത്തകൾ വരുന്നതുമൊക്കെ മധുരയിൽ നിന്നാകും. മഹേഷ് ചന്ദ്രനും ഒപ്പം ലിജോ വർഗീസുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.